ഏത് ആരുടേത്? ഹായ്, ഞങ്ങളിന്ന് ഗുരുവായൂർക്ക് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടക്കിലാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ കണ്ണനെ തൊഴുത് വന്നിട്ട് വിശേഷങ്ങൾ പറയാം അല്ലേ? അപ്പം എല്ലാ അമ്മമാർക്കും വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അനന്ത് പ്രാർത്ഥിക്കും. അനന്ത് പ്രാർത്ഥിച്ച കണ്ണൻ അത് കേൾക്കുന്നു 100% ഉറപ്പാണ്. അപ്പം എങ്ങനെയുണ്ട് അനന്തിൻ്റെ ലുക്ക്? അടിപൊളിയായിട്ടില്ലേ കണ്ണനെ കാണാൻ പോണത്? സുന്ദരിക്കുട്ടിയായിട്ട്. അയ്യോ, അപ്പം മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റിച്ചവൻ. അപ്പോൾ നമുക്ക് കണ്ണനെ കണ്ടു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അല്ലേ? ഓക്കെ, ബൈ. ഞങ്ങൾ ശ്രീമു ശരവണഭവൻ്റെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാം കേട്ടോ. ഗുരുവായൂർ തൊഴുതു, സുഖമായിട്ട് ദർശനം കിട്ടി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. ഇപ്പോൾ ദാ ഫുഡ് കഴിക്കാൻ കഴിക്കുന്നുണ്ട്. അന്തരം എന്താ വേണ്ട? എന്ത് ചപ്പാത്തി കറിയോ? എന്നാലും എൻ്റെ ഫേവറേറ്റ് ഏതാ? ഞാൻ ചില്ലിയോയോ പറയുന്നത്, ചേച്ചി പനീര് പറഞ്ഞല്ലോ. അപ്പം അതിന് ഷെയർ ചെയ്യാം. അപ്പം ഇനി ഫുഡ് വന്ന് വരട്ടെ കേട്ടോ. ഫുഡ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇത് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. എന്തിൻ്റെന്ന് അറിയില്ല. വായിക്കാത്ത ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നേക്കാണ്. നാവിനടിയിൽ ഇങ്ങനെ മൗത്ത് അൾസർ വന്നിട്ടുണ്ട്. അത് എന്തെയോ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ വർത്താനം പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഇന്നലെ ഗുരുവായൂർക്ക് പോയിണ്ടായിരുന്നു. നല്ല രസമായിരുന്നു യമുനത്തെ വിശേഷങ്ങൾ. എന്നോടാണോ ചോദിക്കി പറയണേ? നല്ല രസമായിരുന്നു നേരത്തെ വിശേഷങ്ങള്. ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂര് വളരെ നല്ല അനുഭവമാണ് ഉണ്ടായത്. കുറെ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. കുറെ നേരം ഉണ്ടായിരുന്നു. 15 മിനിറ്റ്. കുറച്ച് നേരം ഉണ്ടായിരുന്നു. 15 മിനിറ്റ് നേരല്ല, മണിക്കൂറോളം എന്നിട്ട് ആൾക്കാർ തൊഴിലാ. ഞങ്ങള് ചെന്നപ്പോ വഴി കടത്തി വിടുന്ന സമയമായിരുന്നു. അപ്പൊ ഒരു 15 മിനിറ്റ് നിർത്തിച്ചു. നമുക്ക് അത്താഴപ്പത്തിയുടെ സമയമാകുമ്പോ നമ്മളെ തൊഴിപ്പിക്കാൻ. നമ്മൾ ഓൾറെഡി 2 വീൽചെയർ പേഷ്യന്റ് അവിടെ ഉണ്ടായിരുന്നു. 2 ചേട്ടന്മാര്. ഒരാള് പിന്നെ എനിക്ക് നിൽക്കാവുന്ന ആളാണ്. അപ്പൊ ആ സമയപ്പോ ആള് എനിക്ക് പോയി. മറ്റേ ആളി മോന് ക്യൂ കഴിഞ്ഞപ്പോ, അതായത് നമ്മള് പുറമേ നിന്നുള്ള ക്യൂവില് കോണി കയറി ഇറങ്ങി വന്നിട്ട് നമ്മള് ഭഗവാനെ നടക്ക് ശ്രീകോവിലേക്ക് കിടക്കില്ലേ, അവിടെയാണ് നമ്മൾ നിർത്തുക. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഫുൾ എല്ലാവരും മാറ്റിയിട്ട് ഭഗവാനെ കണ്ട് തൊഴില ചെയ്യാം. അപ്പൊ എന്റെ ചേച്ചിയുടെ മോനും അതോടുകൂടി എന്നെ ഉള്ളിലേക്ക് കിടത്തി വിട്ടു. പിന്നെ അവിടെ നിൽക്കണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ദിവസത്തിൽ ചേച്ചി പറഞ്ഞു നിങ്ങൾ പോകണ്ടോ വെച്ചപ്പോ ഇല്ല, മോനെ തന്നെയാക്കി പോകാൻ പറ്റും. അപ്പൊ അവനെ തൊഴിക്കണം എനിക്ക്, ഞാൻ ഇവിടെ നിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആള് വേറെ ദിവസത്തിൽ തന്നെ വന്നിട്ട് കുട്ടിയുടെ അമ്മ തൊഴുതു വെച്ചു. ഇങ്ങനല്ലേ മോൻ്റെ കൂടെ തൊഴുന്നപ്പോ അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ പോയി തൊഴുതിട്ട് വരും, ഞങ്ങളെ മോനെ തൊഴിച്ചോളാന്ന് പറഞ്ഞു. മാത്രല്ല എല്ലാരും മാറ്റി നിർത്തി എന്നെ സുഖമായിട്ട് തൊഴിപ്പിച്ചു. എന്നെ ആ ചേട്ടന് അവിടെ വേറെ വിളിച്ചായിരുന്നു ചേട്ടന്. എനിക്കാണെങ്കില് ഞാൻ അന്ന് ചെറിയ കുട്ടിയായിരിക്കും ഞാൻ ഉള്ളിൽ പോയിട്ടുള്ളത്. അവനെ എടുക്കാവുന്ന പ്രായത്തില് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ പോകാനൊരു അവസരം. ഞാൻ സാധാരണ പോകാറില്ല, എനിക്ക് ഇവരെ തന്നെക്ക് പോയൊരു ടെൻഷനാണ്. അപ്പൊ ഇങ്ങനെ അത്രയും ആളുടെ ബാക്കി എനിക്ക് ധിക്കരിക്കാൻ തോന്നിയില്ല. അതാണ് ഉണ്ടായത്. എന്താന്നറിയോ, ഒരു പവർ, ഒരു ആജ്ഞ പോലെ നിങ്ങൾ പോയി തൊഴുതു വരുമെന്ന്. പക്ഷെ ഞാൻ ഓക്കെ പറയും. പക്ഷെ ഇതിലാജ്ഞ പറയും നിങ്ങൾ പോയി തൊഴുതിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടാവുന്ന കുട്ടികളുടെ ഒരു പ്രശ്നം. അപ്പൊ ഞാന് ശ്രീകോവിലിനെ കാല് വെച്ച് എനിക്കറിയുള്ളൂ. പിന്നെ എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് കൊടുക്കുകയായിരുന്നു സന്തോഷം കൊണ്ട്. കണ്ണിനെ കണ്ണൊക്കെ ചെയ്തപ്പോ എന്റെ ഫ്രണ്ട് ചോദിച്ചാൽ എന്തായിരുന്നു രൂപം എന്ന്. ഞമ്മളോട് രൂപം എന്ന് ചോദിക്കുന്നത്. കണ്ണിനെ ഞാൻ കണ്ടു, കണ്ണ് നിറയെ കണ്ടു. ഞാൻ അവസാനത്തെ ആളായിരുന്നേ. ഇഷ്ടം പോലെ കണ്ടു. പക്ഷെ എന്താണ് രൂപം എന്ന് വെച്ചാൽ പറ്റില്ല. കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. അത് ഗണപതിനെ നടക്കെത്തിയപ്പോഴും നിൽക്കണില്ലായിരുന്നു. ഗണപതിനെയും തൊഴുത് അങ്ങനെ പ്രദക്ഷിണം, ഉള്ളിലുള്ള പ്രദക്ഷിണം കഴിഞ്ഞ് പുറത്ത് കിടക്കാറുണ്ട്. എനിക്ക് ഓർമ്മ ഒന്നും അയ്യോ അനന്തൂന്ന്. അപ്പൊ അന്തരം പറഞ്ഞു സത്യത്തിൽ ഞാൻ തൊഴിച്ചിട്ട് ഞാൻ വരുമ്പോ ആ ചേട്ടനും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അമ്മ വരും തൊഴുത് വരും എന്ന് പറഞ്ഞു. അമ്മ തൊഴുത് വരും, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു.
8 മണിക്കും 11 മണിക്കും രാവിലെ 8 മണിക്കും 11 മണിക്കും രാത്രി 7:15 വന്ന സ്ഥിരമായിട്ട് തൊടാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ ചെന്ന് ചെന്നപ്പോ എന്നെ ഏൽപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് 2 കൈയും കൂപ്പി തൊഴുതു. കാരണം അതൊരു ഭാഗ്യയിലേക്ക് ഉണ്ടാക്കി തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങള് നോക്കുമ്പോ നല്ല തിരക്കാ, വൈശാഖ മാസമല്ലേ. അപ്പൊ വീൽചെയർ കൊണ്ട് ഞാൻ എങ്ങനെ പ്രതീക്ഷ വെച്ച് പടിഞ്ഞാറ് നടക്ക് എത്തുന്ന ആലോചിക്കുമ്പോ ഇതേപോലെ തന്നെ ഒരാള് വന്നിട്ട് ഒരാള് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ആൾക്കാരെ മാറ്റി മാറ്റി അല്ല വഴി തന്നില്ലേ, അത് പറയട്ടെ. ഇങ്ങനെ മാറ്റി 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 വഴി ശരിയാക്കി തന്ന് ഞങ്ങളെ അയ്യപ്പസ്വാമി ആ നടക്കില്ല നമ്മുടെ കുടുംബത്തിന്റെ അവിടെയുള്ള തിരക്കുന്ന ആൾക്കാരോടൊക്കെ ഭഗവാനെ കാണാൻ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പൊ അവിടെ അവിലും ഒക്കെ കൊണ്ടുപോയിക്കാനൊരു ഭയങ്കര തിരക്കായിരിക്കില്ലേ അവിടെ നേരത്തിന്റെ മുകളിൽ. അപ്പൊ എല്ലാവരും ഇങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് വീഴ്ചയിൽ പുഴ വഴി ഒരുക്കി ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ എത്തി. അപ്പൊ അയ്യപ്പസ്വാമിക്ക് വലിയൊരു ബണ്ണാനുള്ളവരെ ഇവന് വീഴ്ചയിൽ തൊടാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തൊടും, അതിനു വേണ്ടി പ്രാർത്ഥിക്കും, എന്നെ ചേരും. പക്ഷെ ഈ വഴി ഉണ്ടാക്കിയെന്ന ആള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബണ്ണാരത്തിന്റെ സൈഡിൽ കൊണ്ട് നിർത്താൻ പറഞ്ഞു. അവൻ നിർത്തിയപ്പോ അവിടെ ഇങ്ങനെ അയ്യപ്പസ്വാമിനെ കാണാൻ പറ്റി. അയ്യപ്പസ്വാമിയുടെ എന്നിട്ട് അലങ്കാരമാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചരിഞ്ഞ് നിൽക്കുന്ന ഒരു അലങ്കാരം. കണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചിരിച്ച് അങ്ങനെ നിൽക്കുന്ന അലങ്കാരമായിരുന്നു. അവിടെയും തൊഴുതു. അതിനുശേഷം ഭഗവതിനെ പോയി തൊഴുതു. ഭഗവതിനെ തൊഴുതു ഞാൻ എപ്പോഴും കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴി കൂടെ അങ്ങോട്ട് ചെല്ലുക. ഭഗവതിനെ നടക്കി കൂടെ തിരുമേനിമേൽ കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴി ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ വാതിൽ തുറന്ന് ഞങ്ങൾക്ക് തൊഴാൻ പറ്റാണ്ടായിരുന്നു. ഇന്നലെ ഭഗവതിനെ തൊഴുതിട്ട് തിരികെ വീണ്ടും പ്രദക്ഷിണം വെച്ച ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ തിരികെ ഞങ്ങള് നടന്ന് പടിഞ്ഞാറ് നടയിലേക്ക് ഞാൻ പോണ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നൊരു ചേട്ടൻ വന്നിട്ട് എന്താ പറഞ്ഞ ഗുരുവായൂരപ്പന് നേരിച്ച പ്രസാദം ഉണ്ട്, അത് കഴിച്ചിട്ട് പോയാ മതി. അല്ല ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ കുറച്ച് പ്രസാദം തരാന്ന് പറഞ്ഞു. നേരിച്ച പ്രസാദം തന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് എന്നിട്ട് അങ്ങനെ കാണുന്നില്ല. അപ്പൊ ചേച്ചി നമുക്ക് പോവാൻ സമയമായില്ലേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രസാദം തരാന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ചേച്ചി വേഗം പോയിട്ട് എന്ത് ചെയ്തു, ഞാൻ ചെരുപ്പ് എടുത്തിട്ട് വരാൻ മൊബൈലുമായിട്ട് വരുന്നിട്ട് ചേച്ചി അങ്ങനെ പോയി. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യൂട്ട് അത്താഴപൂജ നടക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഈശ്വര ഇനിയിപ്പോ ചേച്ചി വന്നു വിളിക്കൂലോ എന്ന് എനിക്ക് ടെൻഷനായി. ഇങ്ങനെ ഒരു എന്താ പറയാ അദ്ദേഹം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോവരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാണ്ട് പോകാനും പറ്റില്ല, ആള് നമ്മളെ നോക്കില്ലേ. പിന്നെ പ്രസാദം കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാ കണ്ടെ ആരും പറയാലോ, എന്താന്ന് പറഞ്ഞിട്ടൊന്നല്ല. അപ്പൊ അവരുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ മനസ്സിലായി ചിന്തിക്കുമ്പോഴേക്കും അനൗൺസ്മെന്റ് വന്നു, നേദ്യം കഴിഞ്ഞു, അത്താഴപൂജ കഴിഞ്ഞു. അവിടുന്ന് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം നല്ലൊരു സ്റ്റീൽ ഗ്ലാസ്, അത്യാവശ്യം പൊക്കത്തിലുള്ള സ്റ്റീൽ ഗ്ലാസ് നിറയെ പാൽപ്പായസമായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു ഇത് കൃഷ്ണന് ശ്രീകോവിലിന് നേദിച്ച പായസാണ്. നേരിട്ട് പായസത്തിൽ നിന്ന് ഒരു ഗ്ലാസ് പായസം, അത് നല്ല അത്യാവശ്യം നല്ല പൊക്കമുള്ള നല്ല സ്റ്റീൽ ഗ്ലാസ്. അപ്പൊ ഒരു 90% എന്നെ കൊടുത്തു. അപ്പൊ അതിന് ഒരു വായ ഞാൻ കഴിക്കാനായിട്ട് കണ്ണി എന്തായാലും പ്രസാദല്ലേ, ഒരു ലക്ഷം കഴിച്ചേ പറ്റുള്ളൂ എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മുഴുവൻ കൊടുക്കാനുള്ള തോന്നിയില്ല. ഒരു ലക്ഷം ഞാൻ കുടിക്കും, കുറച്ച് ബാക്കി 90% ഞാൻ കൊടുത്തു. അപ്പോഴാണെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റില്ല, ചേച്ചി ചെരുപ്പ് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ചേച്ചി എൻ്റെ മുന്നിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ചേച്ചി ഞാൻ ഒരു വായും കഴിച്ചു. അത് ഞാൻ അദ്ദേഹം വന്ന് ക്ലാസ് വന്നത് തന്നെ തിരിച്ച് വാങ്ങിച്ച് ഒരു ഇലയിൽ നിറയെ അവിലും വിളയിച്ച അവിലും കദളിപ്പഴവും വെച്ച് തന്നിട്ട് ആ പ്രസാദം കൂടി തന്നു. എനിക്ക് സത്യത്തിൽ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഇത് നല്ലൊരു അനുഭവമാണ്. മാത്രമല്ല ഇന്നലെ തൊഴാൻ കയറിയപ്പോൾ ഞങ്ങൾക്ക് പഴം വാങ്ങാനും പറ്റിയില്ല കണ്ണിന്. എന്തെങ്കിലും നമ്മൾ നിലയ്ക്ക് പോയി കൊണ്ടുവയ്ക്കേണ്ടതല്ലേ. ഈ 15 മിനിറ്റ് ഞാൻ കാത്തുനിന്ന് പറഞ്ഞില്ല. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തൊഴുകാൻ പോകുമ്പോൾ ഈ പെണ്ണടത്തിൻ്റെ മുകളിൽ ആൾക്കാർ ഓടക്കുഴല്, തുളസി മാല, പിന്നെ അവില് പൊതിയൊക്കെ കൊടുക്കേണ്ട സംഗതി കണ്ണാ ഞാൻ ഒന്നും കണ്ണിന് കൊടുക്കുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അത് കണ്ണിനെ നടക്കരുമ്പോൾ ഇതേ അമ്മയെ ഞാൻ എത്തിയിട്ടാ ഞങ്ങളോട് വന്നിട്ട് കണ്ണിനെ കാണാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇങ്ങനെ ആൻഡനോട് അങ്ങനെ പറഞ്ഞോളോ നമ്മളോട് എത്തിൻ്റെ. അപ്പോൾ കണ്ണിനോട് അമ്മ എന്തോ എത്തിയിട്ടാ കാണാമെന്ന് ഞാൻ അമ്മയായിട്ടാണ് ഞാൻ മകനായിട്ടാണ് കണ്ണിനെ കാണാറ്. അപ്പോൾ കണ്ണനെ വിളി കേട്ടു. കാരണം കണ്ണന് ഞാൻ കൊടുത്തില്ലെങ്കിലും കണ്ണന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവരും പാൽപ്പായസും കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരും പാൽപ്പായസും കദളിപ്പഴവും അങ്ങോട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഭയങ്കരമായിട്ട് സന്തോഷമായി. തിരിച്ചു വരുമ്പോൾ ഞങ്ങള് ശരവണ ഭവനിൽ കയറി ചപ്പാത്തി കഴിച്ചു. പിന്നെ അവിടെ ചെന്നിട്ട് അന്തുവിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നീരെടുത്തുന്നതിന് അപ്പൊ അന്തുവിനെ അമ്പലത്തിൽ പോണവർക്ക് കാണുന്നുണ്ട്. അപ്പൊ ഞാനിത് ഇതിന്റെ ഒപ്പം തന്നെ അതിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമസ്കാരം. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ. നാവിന്റെ അടിയിൽ ഒരു 2 മൗത്ത് അൾസർ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഈ നാവിന്റെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്.
ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ ആവുന്നതാണ്. ഞാൻ പരിധിയിൽ വിട്ടിരുമ്പോ ഇതിപ്പോ ഇന്നലെ മിഞ്ഞാന്ന് തൊട്ടുണ്ട് 2 ദിവസമായിട്ടുണ്ട് ഈ സംഭവം. സാധാരണ കഴിക്കുന്ന ഭക്ഷണം വിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എൻ്റെ ഇൻഫെക്ഷൻ വന്നതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നല്ല ബുദ്ധിമുട്ടാ. അപ്പൊ ഓക്കെ ഇന്നത്തെ അപ്പൊ എല്ലാവർക്കും നല്ല അനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചെന്ന് ഞാൻ തൊണ്ട പറയുന്നില്ല. എനിക്കും അതിനു വേണ്ടി പോലും പ്രാർത്ഥിച്ചില്ലായിരുന്നു. കണ്ണൻ്റെ നടക്ക് എത്തിയപ്പോൾ കണ്ണിന്ന് അങ്ങനെ സന്തോഷം കണ്ട് കണ്ണീര് ഒഴുകൽ മാത്രമേ ഉണ്ടായുള്ളൂ. കണ്ണനെ ഇങ്ങനെ കണ്ടാന്ന് വിളിക്കാന്നല്ലാതെ വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. എല്ലാം അറിയുന്ന ആളോട് നമ്മളൊന്നും പ്രാർത്ഥിക്കണ്ടല്ലോ. അങ്ങേര് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഭംഗിയായിട്ട്. അറിഞ്ഞു തരും. അതെ, ഇവൻ ധാരാളം പ്രഭാഷണം കേൾക്കൂട്ടാ. സ്വാമിമാരുടെ ഓരോരുത്തരുടെ സ്വാമിമാരുടെ പ്രഭാഷണം കേട്ട് കണ്ണന്റെ കഥയൊക്കെ അങ്ങനെയാണ് അവൻ കുറേശ്ശെ പറഞ്ഞു തരുന്നതൊക്കെ. ചക്രകുട്ടിയെ അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ.